MGM റേഡിയോ ക്ലബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കർക്കിടക മാസത്തിലെ വിശേഷങ്ങൾ പങ്കിടാനായി നമ്മോടൊപ്പം 7th Fൽ നിന്ന് സാറ. നമസ്കാരം. രാമായണ മാസം എന്ന് അറിയപ്പെടുന്ന കർക്കിടകം സാധാരണയായി രാമായണം പാരായണം ചെയ്യാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. മഴയുടെയും ദാരിദ്ര്യത്തിൻ്റെയും മലയാള മാസമായ കർക്കിടകം ആരംഭിക്കുമ്പോൾ രാമായണ ശ്ലോകങ്ങൾ ദുസ്ഥിതികൾ നീക്കി മനസ്സിന് ശക്തി പകരും എന്നാണ് വിശ്വാസം. രാമമന്ത്രങ്ങളാൽ അനുഗ്രഹീതവും വ്രതാനുഷ്ഠാനങ്ങളിൽ സമ്പന്നവുമായ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു മാസമാണ് കർക്കിടകം. എല്ലാ കൊല്ലവും കർക്കിടക മാസം രാമായണ മാസാചരണ യജ്ഞമായി ആചരിക്കുന്നു. ദുരിതങ്ങൾ മാറാനും സർവ ഐശ്വര്യത്തിനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനുമായി കർക്കിടക സംക്രാന്തി ആചരിക്കുന്നു. വീടും പരിസരവും വൃത്തിയാക്കി ചവറുകൾ സന്ധ്യയ്ക്ക് കത്തിക്കും. കർക്കിടകം പുലരുമ്പോഴുള്ള പ്രത്യേക ചടങ്ങാണ് വിസ്തരിച്ചുള്ള കുളി. കുളി കഴിഞ്ഞ് ശ്രീ ഭഗവതിയെ വീട്ടിലേക്ക് സ്വീകരിക്കാനായി നിലവിളക്ക് കൊളുത്തി അതിൻ്റെ പിന്നിലായി ദശപുഷ്പങ്ങളുടെ ഇലകൾ തൂശ നിലയിൽ ആവണപ്പലകയിൽ അഷ്ടമംഗല്യം ഒരുക്കി ശീവോതിക്ക് വെക്കൽ ചടങ്ങ് നടത്തി രാമായണ പാരായണം നടത്തുന്നു. തുടർന്ന് ദശപുഷ്പങ്ങളുടെ ചെടികൾ വേരോടെ പിഴുതെടുത്ത് കഴുകി മണ്ണുരുളകൾ കൊണ്ട് പൊതിഞ്ഞ് ആർപ്പവിളിയോടെ വെളിനടിയിൽ ചടങ്ങ് നടത്തുന്നു. കൃഷിക്കാരും അതിൽ പങ്കെടുക്കുന്ന ജോലിക്കാരും പുന്നെല്ല് കുത്തിയെടുത്ത് പാടവരമ്പത്ത് പുരുഷന്മാർ പൊങ്കാലയിടുന്നു. എല്ലാവർക്കും പ്രതിരോധ ശക്തി ഉണ്ടാകാനും ചർമ്മത്തിന് തിളക്കം കിട്ടാനും എണ്ണ തേച്ചുള്ള കുളിയും പല ഔഷധങ്ങളുടെ ഇല, ധാന്യങ്ങൾ എന്നിവ ചേർത്ത് ഔഷധ കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നു. മനുഷ്യർക്ക് നൽകുന്നത് പോലെ ആനയ്ക്കും സുഖചികിത്സ നടത്തുന്നത് കർക്കിടകത്തിലാണ്. പൂർവികർക്കായി കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം പരീതർക്ക് ആത്മശാന്തി ലഭിക്കാൻ വേണ്ടി വ്രതം നോക്കി കർക്കിടക വാവുബലി ഇടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം സാറ. Voice of MGM, voice of MGM.